റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ ലീഗിൽ കലാപക്കൊടി ഉയർത്തിയ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഇടത് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം. LDF നേതാക്കൾ രണ്ടത്താണിയുമായി ചർച്ച നടത്തി. തിരൂരങ്ങാടിയോ താനൂരോ മത്സരിപ്പിക്കാനാണ് നീക്കം. ചോദിക്കുന്ന സീറ്റ് നൽകാമെന്നാണ് രണ്ടത്താണിക്ക് വാഗ്ദാനം. മുബഷിപ്പി അക്ബറുണ്ട്. മുബഷിപ്പി അക്ബർ, തിരൂരങ്ങാടിയിൽ സമീർ വരുന്നതുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി 2 പോസ്റ്റുകളാണ് ഇട്ടത്. ആദ്യത്തെ പോസ്റ്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇട്ടു. പക്ഷേ അത് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴും അബ്ദുറഹ്മാൻ രണ്ടത്താണി ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയില്ല. പിന്നീട് സമീറിനെതിരെ പോസ്റ്റ് ഇടുന്നു. ഇപ്പോൾ ആ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ മുസ്ലിം ലീഗിലെയും യൂത്ത് ലീഗിലെയും ഒക്കെ നേതാക്കൾ പരസ്യ പോസ്റ്റ് ഇട്ട് രംഗത്ത് വരുന്ന സാഹചര്യം. അബ്ദുറഹ്മാൻ രണ്ടത്താണി വഴങ്ങുന്നില്ല. ഈ സാഹചര്യത്തിലാണോ LDFന്റെ നീക്കം? മറ്റൊരു കൗണ്ടർ വിസ്മയത്തിനുള്ള സാധ്യത തെളിയുകയാണോ? മുബഷിപ്പി അക്ബർ, VS രഞ്ജിത്ത് എന്നിവർ ചേരുന്നു. മുബഷിപ്പി അക്ബർ. തീർച്ചയായും ഡോക്ടർ കുമാർ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു പ്രത്യാക്രമണത്തിന് CPM ഇവിടെ തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പരിഗണനാ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ഈ അബ്ദുറഹിമാൻ രണ്ടത്താണിയുമായിട്ട് CPM നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരം. തിരങ്ങാടി തന്നെയായിരുന്നു അബ്ദുറഹിമാൻ രണ്ടത്താണി സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ തെന്നല പഞ്ചായത്തിൽ നിന്നും ഒരു വിഭാഗം നേതാക്കൾ അബ്ദുറഹിമാൻ രണ്ടത്താണി അവിടെ മത്സരിക്കണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ തന്നെ ഇക്കാര്യം നേരിട്ട് അറിയിച്ചിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായി അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസനായിട്ടുള്ള PMA സമീറിനെ പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ പരസ്യമായിട്ട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വരുന്നു. അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ തഴയപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ മത്സരിച്ച മണ്ഡലത്തിൽ ഏതാണ് ഈ PMA സമീർ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അബ്ദുറഹ്മാൻ രണ്ടത്താണി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നത്. ഇതാ ഇപ്പോൾ CPMന്റെ നേതാക്കൾ തന്നെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായിട്ട് വീണ്ടും കൂടിയാലോചന നടത്തിയിരിക്കുന്നത്. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് തന്നെ രണ്ടത്താണിക്ക് മത്സരിക്കാൻ നൽകുമെന്നുള്ളതാണ് നിലവിലെ CPM വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തിരൂരങ്ങാടിയോ താനൂരോ രണ്ടത്താണിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരങ്ങാടിയെ സംബന്ധിച്ച് CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. നിലവിൽ അവിടെ CPI നേതാവായിട്ടുള്ള അജിത് കൊളാടിയെ CPI പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രണ്ടത്താണിയെ പോലൊരു നേതാവിനെ അങ്ങോട്ടേക്ക് ഇടതുപാളയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഇടത് ക്യാമ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താനൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ വാദം. താനൂർ നിയോജക മണ്ഡലത്തിൽ അബ്ദുറഹിമാൻ നിലവിൽ മത്സരിക്കാനില്ല. അദ്ദേഹം തിരൂരിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അവിടെ സ്ഥാനാർത്ഥി പരിഗണനാ ലിസ്റ്റിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രാദേശിക നേതാവിനെ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ രണ്ടത്താണി തന്നെ അതൃപ്തി പരസ്യമാക്കിയ സാഹചര്യത്തിൽ താനൂരിലേക്കും അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ രണ്ടത്താണിയുടെ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. 2 തവണ താനൂരിൽ നിന്ന് വിജയിച്ച നേതാവാണ്. നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, സംസ്ഥാന നേതാവാണ്, ചാനൽ ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ മുഖമാണ്. അങ്ങനെയാണെങ്കിൽ അബ്ദുറഹിമാൻ രണ്ടത്താണിയെ ഇടത് പാളയത്തിലെത്തിച്ച് അദ്ദേഹത്തെ ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് ലീഗിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും. വിശേഷം മലപ്പുറം ജില്ലയിൽ വലിയ തേരോട്ടം നടത്താൻ സാധിക്കുമെന്ന് അവർ അവകാശപ്പെടുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ വലിയ തിരിച്ചടിയുണ്ടാകും. തിരൂരങ്ങാടിയിലും താനൂരിലുമാണ് ഇപ്പോൾ നിലവിൽ രണ്ടത്താണിയെ മത്സരിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും രണ്ടത്താണി കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് കാണേണ്ടത്. നേരത്തെ ലീഗിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ നിലപാടുകളെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട രണ്ടത്താണി ഇടതുപാളയത്തിനോടൊപ്പം പോകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടതാണ്. VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഇടതുമുന്നണി തിരൂരങ്ങാടിയിലോ അതല്ലെങ്കിൽ തിരൂരോ നിർത്താനാണ് സാധ്യത. ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാം എന്നാണ് പറയുന്നത്. തിരൂരങ്ങാടിയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പോസ്റ്റൊക്കെ ഇട്ടെങ്കിലും LDFലേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണി പോകാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, CPMനെ സംബന്ധിച്ച് മലപ്പുറത്ത് ലീഗ് കോട്ടകൾ പൊളിക്കാൻ എപ്പോഴും സഹായിച്ചിട്ടുള്ളത് UDFന്റെ പക്ഷത്ത് നിന്ന്, ഒന്നുകിൽ അബ്ദുറഹിമാനെയൊക്കെ പോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ KT ജലീലിനെ പോലെ ലീഗിന്റെ പക്ഷത്ത് നിന്ന് വരുന്ന ആളുകളാണ്. മലപ്പുറത്തെ സീറ്റുകൾ തവനൂരിലായാലും ഇപ്പോൾ മങ്കടയിലാണെങ്കിലും കൊണ്ടോട്ടിയിലാണെങ്കിലും ഒക്കെ അവർ പരീക്ഷിക്കുന്നത്, ഇപ്പോൾ നിലമ്പൂരിലാണെങ്കിലും ഒക്കെ പരീക്ഷിക്കുന്നത്, തവനൂരിലും നിലമ്പൂരിലും ഒക്കെ വിജയിച്ചു കണ്ടിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്വതന്ത്ര പരീക്ഷണമാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ കൊടുവള്ളിയിലും അത്തരത്തിലുള്ള സ്വതന്ത്ര പരീക്ഷണം വിജയിപ്പിച്ചിട്ടുണ്ട് CPM എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അബ്ദുറഹിമാൻ രണ്ടത്താണി വരികയാണെങ്കിൽ തിരൂരങ്ങാടിയിൽ അതങ്ങനെ വലിയ കോട്ട എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം 8000 വോട്ടാണ് കഴിഞ്ഞ തവണ KPA മജീദ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലീഡുണ്ടായിരുന്നത്. തിരൂരങ്ങാടി എന്ന് പറയുന്നത് നേരത്തെ 30,000-ഉം 25,000-ഉം ഒക്കെ ലീഗിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. ആ ഒരു മണ്ഡലം കഴിഞ്ഞ തവണ KPA മജീദ് മത്സരിച്ചപ്പോൾ അവിടെ ഇടതുമുന്നണി 8000 വോട്ടിന് മാത്രമാണ് പിറകിൽ പോയത്. എന്ന് പറഞ്ഞാൽ ലീഗിന്റെ കോട്ടകളൊന്നും കോട്ടകൾ
ഇതായി മാറുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ലീഗിൽ നിന്ന് തന്നെ ഒരാൾ, ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, ചാനൽ ചർച്ചകളിൽ ലീഗിന്റെ മുഖമായിട്ടുള്ള, പലതവണ ലീഗിന് വേണ്ടി മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുള്ള, പുനലൂരിൽ കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണി പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അങ്ങനെ നേരത്തെ താനൂരിൽ 2 തവണ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ലീഗിന്റെ മുഖമായിട്ടുള്ള ഒരാൾ തിരൂരങ്ങാടിയിൽ വരുമ്പോൾ ലീഗ് വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അത് സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടതു പരീക്ഷണത്തിൽ ഏറ്റവും നല്ല പരീക്ഷണമായിരിക്കും. അബ്ദുറഹ്മാൻ രണ്ടത്താണി അതിന് കൂട്ടാക്കുമോ എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണി അങ്ങനെ പോകില്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലീഗിന്റെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർക്കെതിരെയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി പ്രതികരിച്ചത്. ഒന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയാണ്. ലീഗിൽ മറ്റ് നേതാക്കന്മാർക്കെതിരെ പ്രതികരിച്ചാലും ലീഗിൽ പാണക്കാട്ട് കുടുംബത്തിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ പ്രതികരിച്ച് ലീഗിനകത്ത് തുടരുക എന്നുള്ളതും എളുപ്പമുള്ള കാര്യമല്ല. കാരണം പാണക്കാട് തങ്ങൾ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ അതിൽ നിൽക്കുക എന്നുള്ളതാണ് മറ്റ് ലീഗ് പ്രവർത്തകർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് പോവുക. ഇന്നലെ പാണക്കാട് തങ്ങൾക്കെതിരെയും ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും പ്രതികരിച്ച് അദ്ദേഹം ലീഗിനകത്ത് തുടരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പുറത്തേക്കായിരിക്കും. പുറത്തുപോയി അദ്ദേഹം ഇടത് കോട്ടയിൽ ചേക്കേറുമോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ വാർത്തയും ആദ്യം അറിഞ്ഞത് പ്രേക്ഷക റിപ്പോർട്ടറിലൂടെയാണ്.